ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അനേകം കുരുവികളെക്കാളും വിലയുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വിലയുണ്ട്, ദൈവസന്നിധിയിൽ നമുക്ക് വിലയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലോ സുഹൃത്തുക്കളുടെ ഇടയിലോ നാട്ടിലോ നമുക്ക് വിലയില്ലാത്തൊരു അവസ്ഥയ്ക്ക് വരാം. ഈശോ നമ്മളോട് പറയുകയാണ്, തീർച്ചയായിട്ടും നിനക്ക് ദൈവസന്നിധിയിൽ വിലയുണ്ട്. നീ ബഹുമാനും പ്രിയങ്കരനുമാണ്. നിന്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പെറ്റമ്മ മറന്നാലും തന്നെ ഞാൻ മറക്കുകയില്ല എന്നൊക്കെയുള്ള വചനം നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. എന്നെ ചൂട് പിടിച്ചിരുന്നത് സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് പറയുകയാണ്, നീ വിലയുള്ളവനാണ്, അനേകം കുരുവികളെക്കാളും വിലയുള്ളവനാണ്. നിന്റെ ചുറ്റും നോക്കുക, നിന്റെ ചുറ്റും നിന്നേക്കാളും വില കുറഞ്ഞതായിട്ടുള്ള പ്രകൃതിയിലെ എത്രയോ കാര്യങ്ങളെ ദൈവം മനോഹരമായിട്ട് പരിപാലിക്കുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈശോ പറയുകയാണ്, ഇതിനേക്കാളൊക്കെ വലിയവനാണ്. സൃഷ്ടിയുടെ മകുടമായിട്ട് ദൈവം സൃഷ്ടിച്ച ഈ മനുഷ്യന്, നീ എന്ന മനുഷ്യന് ദൈവസന്നിധിയിൽ വിലയുണ്ട്. നമ്മൾ ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലൊന്നും നിറയട്ടെ. എനിക്ക് ദൈവസന്നിധിയിൽ വിലയുണ്ട്, എൻ്റെ ആത്മാവിന് ദൈവസന്നിധിയിൽ വിലയുണ്ട്. ആ ആത്മാവിന്റെ വില, എൻ്റെ വില തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിലും മനുഷ്യരുടെ ഇടയിലും പ്രവർത്തിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.